ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുന്തിരി എടുക്കുന്ന സമയത്ത് നല്ലൊരു കറുപ്പ് കളർ, അതായത് വയലറ്റ് കളർ കുറച്ച് കൂടുതൽ വരുന്ന ടൈപ്പ് മുന്തിരി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ജ്യൂസ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. മൊത്തം പഞ്ചസാര ഈ സമയത്ത് ഇടണ്ട. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഈ മുന്തിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മുന്തിരിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. മുന്തിരി ഇങ്ങനെ വേവിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ജ്യൂസിന് നല്ല ഭംഗിയുള്ളൊരു കളറായിരിക്കും കേട്ടോ, നല്ലൊരു വയലറ്റ് കളറായിരിക്കും കിട്ടുക. പിന്നെ ഓരോ നമ്മൾ എടുക്കുന്ന മുന്തിരിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരു ഇത്തിരി കളർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മുന്തിരി നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്താണ് ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കഴിയുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള മുന്തിരിയാണിത്. ഇങ്ങനെ ഷേക്ക് പോലെ അടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുന്തിരിയൊക്കെ നമ്മൾ വേവിച്ച് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് അടിക്കുന്ന സമയത്ത്. കുരു കൂടുതലുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ അത് കളയണമെന്ന് താല്പര്യമുള്ളവർക്ക് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് കുരു അത്രയ്ക്ക് പറ്റില്ല, ചുണ്ടിൻ്റെ ഭാഗമൊക്കെ ചൊറിയുന്ന ഒരു പ്രശ്നമൊക്കെ വരും. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുരു പ്രത്യേകിച്ച് കളയുന്നൊന്നുമില്ല, മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം മൊത്തത്തിൽ അരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ മുന്തിരി ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് മാത്രം മതി, കാരണം വേവിച്ച് മുന്തിരി അടിക്കുമ്പോൾ തന്നെ കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. മുന്തിരിൻ്റെ പുളി അനുസരിച്ച് മാത്രം പഞ്ചസാര ഇട്ടാൽ മതി. ഒന്നിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ജ്യൂസിൽ മധുരം മുൻപിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, വേവിച്ചിട്ട് അടിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്കൊരു 1.5 കപ്പ് പാല് നല്ല കട്ടയാക്കി, അതായത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രീസറിൽ ഐസ് വെക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് പാലൊഴിച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാലിൻ്റെ പാക്കറ്റ് അങ്ങനെ വെച്ചിട്ട് കട്ടയാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താലും മതിയാകും. കാരണം ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഈ ജ്യൂസിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. നല്ല കട്ടയായിട്ടുള്ള പാല് തന്നെ വേണം. വെള്ളം പോലെയുള്ള പാലാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത് തന്നെ നല്ല കട്ടിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയായി തോന്നുകയാണെങ്കിൽ മാത്രം നല്ല തണുപ്പുള്ള പാൽ ഒരു 1/4 കപ്പോ 1/2 കപ്പോ ഒഴിച്ചു കൊടുക്കുക. ലൂസ് വേണമെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം ആ ജ്യൂസ് ഭയങ്കര വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ കുരുവൊക്കെ അങ്ങ് മാറ്റിക്കളയാം. മുന്തിരിയും പാലും കൂടെ വരുന്ന സമയത്ത് പിരിയുന്ന പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടാക്കി ഉടനെ ഫ്രഷ് ആയിട്ട് തന്നെ ജ്യൂസ് കുടിക്കണം കേട്ടോ. ഒരുപാട് സമയം കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണിത്. നമ്മളെപ്പോഴും സാധാരണ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഇത് മുന്തിരി ജ്യൂസ് ആണോ എന്ന് കുടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരെ വരും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണിത്. ഇത് നമുക്ക് 7 ഗ്ലാസ്സിലേക്ക് എടുക്കാം. കാണുന്ന സമയത്ത് ഇത്രയ്ക്കൊരു കളർ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ശരിക്കും മുന്തിരി വേവിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് തന്നെ കളർ കിട്ടും കേട്ടോ. പിന്നെ ഓരോ മുന്തിരിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരു ഇത്തിരി വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാലേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്